വനം വകുപ്പിലെ 34 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി.കെ. മോഹസിൻ ഈ മാസം 31-ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ 100% ആത്മാർത്ഥതയോടൊപ്പം കാരുണ്യത്തിന്റെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഈ വനപാലകൻ ജനമനസ്സുകളിൽ ഇടം നേടിയത്. 22-ാം വയസ്സിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായാണ് വി.കെ. മോഹസിൻ വനംവകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് 27-ാം വയസ്സിൽ ഫോറസ്റ്റ് ഗാർഡായും 2009-ൽ ഫോറസ്റ്ററായും പ്രൊമോഷൻ ലഭിച്ചു. 2022 ജൂണിലാണ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായി ചുമതലയേൽക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഉൾവനങ്ങളിലെ ആദിവാസി ഊരുകളിൽ എത്തിയപ്പോഴാണ് അവർ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ മോഹസിൻ നേരിൽ കണ്ടത്. ഇതോടെ തന്റെ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഇവരുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പന്തീരായിരം ഉൾവനത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം തുടങ്ങിയ ആദിവാസി നഗറുകളിലെ 150ഓളം കുടുംബങ്ങൾക്ക് ഓണം, വിഷു ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളിലും മുഹസിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു പോരുന്നു. അകമ്പാടം വനം സ്റ്റേഷനിലെ സഹപ്രവർത്തകരും ജീവകാരുണ്യ മനസ്സുള്ളവരും തങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം നൽകി ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിനൊപ്പം പങ്കാളികളാകുന്നുണ്ട്. പൊക്കോട് വനമേഖലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാലേട്ടന് തണലാകുന്നതും പ്രളയത്തിൽ ഭാഗികമായി തകർന്ന ഒരു വയോധികയുടെ വീട് കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണി നടത്തി നൽകിയതുമെല്ലാം ഈ വനപാലകരുടെ കൂട്ടായ്മയാണ്. നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ധനേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മുഹസിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഒരാഴ്ചയിലേറെ കാലം ചാലിയാർ പുഴയിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ മുഹസിനും സഹപ്രവർത്തകരും മുൻപന്തിയിലുണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോഴും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. വനം കയ്യേറ്റങ്ങൾ കണ്ടെത്തി വനഭൂമി തിരിച്ചുപിടിക്കാനും വനകുറ്റകൃത്യങ്ങളിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന പരമാവധി ശിക്ഷ വാങ്ങി നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ മേഖലകളിൽ ജനങ്ങൾ വിളിച്ചാൽ എപ്പോഴും ഓടിയെത്തുന്ന മുഹസിൻ ആനകളെ കാടുകയറ്റാനുള്ള ദൗത്യങ്ങളിലും മുൻനിരയിൽ ഉണ്ടാവാറുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂളുകളിൽ നക്ഷത്രവനങ്ങൾ നിർമ്മിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. ജനകീയനായ ഈ വനപാലകന് നാളെ അകമ്പാടം വനം സ്റ്റേഷൻ പരിസരത്ത് വെച്ച് യാത്രയയപ്പ് നൽകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മുൻ തദ്ദേശ ഭരണസമിതി അംഗങ്ങൾ, ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കാരുണ്യ മേഖലയിലെ പ്രവർത്തനം തുടരുമെന്നും പെൻഷനിൽ നിന്നും ലഭിക്കുന്ന തുകയിലും ചെറിയ ഒരു വിഹിതം ഇതിനായി മാറ്റിവെക്കും. കുടുംബവും തന്റെ സഹപ്രവർത്തകരും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും നൽകിയ പിന്തുണ മൂലമാണ് തനിക്ക് കുറച്ചു കാര്യങ്ങളെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതെന്ന സന്തോഷവും ഡെപ്യൂട്ടി റേഞ്ചർ പങ്കിട്ടു. ഭാര്യ ആസിയ, മക്കളായ തൻവീർ ബാനു, തൻസീന, അൽ ഷാക്കിർ, ഷഹന എന്നിവരടങ്ങുന്നതാണ് മുഹസിന്റെ കുടുംബം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1 പവൻ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്, വടപുറം, നിലമ്പൂർ.